എല്ലാവർക്കും നമസ്കാരം. ഉല്ലാസം തൂക്കി. ഇന്ന് നമ്മൾ പ്രാണായാമങ്ങളിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഭാസ്ത്രിക പ്രാണായാമത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി വജ്രാസനത്തിൽ നട്ടെല്ല് വളയാതെ നേരെ ഇരിക്കുക. ഇനി വജ്രാസനത്തിൽ ഇരിക്കാൻ സാധിക്കാത്തവർ അവരവർക്ക് അനുയോജ്യമായ ഏത് രീതിയിൽ വേണമെങ്കിലും ഇരിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഓക്സിജൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് ഈ പ്രാണായാമം നമ്മളെ സഹായിക്കുന്നു. ആദ്യമായി 2-3 പ്രാവശ്യം ദീർഘശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക. ഇനി കൈകൾ ഇതുപോലെ വശങ്ങളിലേക്ക് പിടിക്കുക. വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരും ഹൃദയരോഗമുള്ളവരും ചെയ്യുമ്പോൾ കൂടുതൽ ശക്തിയെടുത്ത് ചെയ്യാതെ സാവധാനം ചെയ്യാൻ ശ്രമിക്കുക. ഇനി ദീർഘമായി ശ്വാസം എടുക്കുന്നതോടൊപ്പം കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുക. വീണ്ടും ശ്വാസം എടുക്കുന്നതോടൊപ്പം കൈകൾ ഉയർത്തുക. ഇങ്ങനെ 20 പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു സെറ്റായി മാറും. മൊത്തത്തിൽ 2 സെറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ റിലാക്സ് ആകുക. സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്യുക. നമ്മുടെ ലങ്സിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുവാനും ഈ പ്രാണായാമം നമ്മളെ സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ എല്ലായിടത്തും ഊർജം എത്തുന്നതിന് ഈ പ്രാണായാമം അനുയോജ്യമാണ്. കൂടാതെ ശരീരത്തിലെ എല്ലാ സെല്ലുകൾക്കും ഓക്സിജൻ ആവശ്യമാണ്. അത് യഥേഷ്ടം ഈ പ്രാണായാമം ചെയ്യുന്നതിലൂടെ ശരീരത്തിന് ലഭിക്കുന്നു. വീണ്ടും ഒരു സെറ്റ് കൂടി ചെയ്യുക. 20 പ്രാവശ്യമാണ് ഒരു സെറ്റ് ചെയ്യേണ്ടത്. 2 സെറ്റാണ് മൊത്തം ചെയ്യേണ്ടത്. സ്ഥിരമായി ചെയ്യുന്നതിലൂടെ നമുക്ക് എല്ലാ രോഗങ്ങളെയും അകറ്റി നിർത്താൻ സഹായിക്കുന്നു. നന്ദി, നമസ്കാരം.